ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ എംബ്രോയ്ഡറിയുടെ 5ാമത്തെ ക്ലാസ്സാണ്. ഈ 5ാമത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെദർ സ്റ്റിച്ചാണ്. ഈ ഫെദർ സ്റ്റിച്ച് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇലകളും പൂക്കളും പിന്നെ ബോർഡേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ക്രിസ്മസ് ട്രീക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാ സ്റ്റിച്ചിലെയും പോലെ നമുക്കൊരു ലൈൻ വരച്ചെടുക്കണം. ഈ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും കോണിപ്പോകാതിരിക്കുന്നതിന് ലൈൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെയുള്ള എല്ലാ എംബ്രോയ്ഡറിയിൽ നമ്മൾ ഇതേപോലെ ഒരു സിംഗിൾ ലൈനാണ് വരച്ചത്. പക്ഷേ ഫെദർ വരുമ്പോഴത്തേക്ക് നമുക്ക് 3 ലൈൻസ് വേണം. അപ്പോൾ 3 ലൈൻസിൻ്റെയും ഗ്യാപ്പ് ഈക്വലായിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ഇതേപോലൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ഇനി ആ വരയുടെ അപ്പുറവും ഇപ്പുറമായിട്ട് ഓരോ ലൈൻ കൂടെ വരയ്ക്കണം. ഇത് രണ്ടും ഈക്വലായിട്ട് വരയ്ക്കണേ. അപ്പോൾ ഇവിടെയും കൂടെ ഒരു ലൈൻ കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ലൈൻ കുറച്ച് വലുതായിപ്പോയി, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ സ്കെയിലിൽ കറക്റ്റ് അളവെടുത്ത് വരയ്ക്കണം. ഇതേപോലെ വലുതും ചെറുതുമായി പോകരുത്. ഇതിപ്പോൾ ഞാൻ വരച്ചത് ഒരു ലൈൻ വലുതായിപ്പോയി. സാരമില്ല, നമുക്ക് വരയ്ക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് വരയ്ക്കണം. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ത്രെഡിൽ കെട്ടിട്ടെടുക്കണം. കെട്ടിട്ടെടുത്തതിന് ശേഷം നമ്മൾ വരച്ചിരിക്കുന്ന ലൈനിൽ അതിൻ്റെ സെൻറ്റർ ലൈനിൽ ആ സെൻറ്റർ ലൈനിൽ കൂടെ ഇതുപോലൊന്ന് സൂചി കുത്തിയെടുക്കണം. സൈഡ് ലൈൻ അല്ല കേട്ടോ, കറക്റ്റ് സെൻറ്റർ ലൈനിൽ കൂടെ ഇതേപോലെ കുത്തി നൂൽ മൊത്തം വലിച്ചെടുക്കുക. അതിനുശേഷം ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും ഒരു ലൈനിൽ നമ്മൾ കുത്തി ഇറക്കണം. അപ്പോൾ ഞാനിവിടെ റൈറ്റ് സൈഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇതേപോലെ റൈറ്റ് സൈഡിൽ കുത്തി ഇതുപോലെ നൂലൊന്ന് നീക്കി വെച്ചതിന് ശേഷം ഈ ലൈനിൽ സ്റ്റാർട്ടിങ്ങിൽ കുത്തി സെൻറ്റർ ലൈനിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. അപ്പോൾ സൂചിക്കടിയിലായിരിക്കണം നൂല്. ഇതേപോലെ സൂചിയുടെ അടിയിൽ കൂടെ നൂലെടുത്ത് ഇങ്ങനെ വലിക്കുക. ഇനി അടുത്ത് ലെഫ്റ്റ് സൈഡുള്ള ലൈനിൽ ഇപ്പോൾ കുത്തിയെടുത്തില്ലേ, അതിന് നേർക്ക് ഇപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് ലൈനിൽ കുത്തി ആ സെൻറ്റർ ലൈനിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു സ്പേസ് ഇട്ട് ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. ഇങ്ങനെയാണ് ഫെദർ വരുന്നത്. അതേ ലെവലിൽ നേരെ ഇപ്പുറത്ത് കുത്തി സെൻറ്റർ ലൈനിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഇതുപോലൊന്ന് സൂചി വലിച്ചെടുക്കുക. ഇതിപ്പോൾ റൈറ്റ് സൈഡിലെ ലൈൻ വീതി കൂടുതലായതുകൊണ്ടാണ് കേട്ടോ ഈ റൈറ്റ് സൈഡിൽ വീതി കൂടി ഡിസൈൻ വലുതായി വരുന്നത്. അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് വരും. ഇനി നമുക്ക് ആ ലൈൻ നോക്കാതെ ആ വീതി അനുസരിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ ഗ്യാപ്പ് ഒന്ന് കുറച്ചിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒന്ന് ലൈൻ കറക്റ്റായിട്ട് വരച്ചാൽ എളുപ്പമായിരിക്കും. ഇപ്പോൾ ആ സെൻറ്റർ നോക്കി ഞാൻ ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ മറ്റേതുപോലത്തെ അതേ അളവിന് ഇപ്പുറത്തെ ഫെദറും കിട്ടി. കണ്ടില്ലേ, ആ ലൈൻ വരച്ചത് വലുതായി പോയതുകൊണ്ടാണ് ആദ്യത്തെ 2 വലുതായി കിട്ടിയത്. അപ്പോൾ ഇനി ലെഫ്റ്റ് സൈഡ് കുത്തി സെൻറ്ററിലെ ലൈനിൽ ഒന്ന് കുത്തിയെടുക്കുക. ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ 2 സൈഡും ഈക്വലായിട്ട് വരുന്നത്. അപ്പോൾ ലൈൻ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ച് വരച്ചില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ലൈൻ ശ്രദ്ധിച്ച് വരയ്ക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഈക്വലായിട്ട് വരണം. മറ്റത് വലുതായിട്ട് വന്നു. ഇപ്പോൾ ചെയ്യുന്നതെല്ലാം കറക്റ്റ് അളവിന് കിട്ടുന്നു. ഇതേപോലെ കറക്റ്റ് അളവിന് നമ്മളത് ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. ഇനി ഇതുപോലെ എൻഡ് വരെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഫെദർ ചെയ്യുന്നത്. തുടക്കക്കാർക്കും വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഇത്. ഇതേപോലെ ഒന്ന് കുത്തി നടുക്ക് ലൈനിൽ കൂടെ ഒന്ന് കുത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ എൻഡ് കെട്ടിട്ട് കൊടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഫെദർ നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ എൻഡ് വരുന്നില്ലേ, അതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് പിടിച്ച് വയ്ക്കുക.
കണ്ടോ, ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ വെളിയിലായിട്ട് വേണം നമുക്ക് കുത്താൻ. ഇതിങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം അതിൻ്റെ ജസ്റ്റ് പുറത്തായിട്ടൊന്ന് താഴത്തോട്ടൊന്ന് കുത്തി നോട്ടിട്ട് കൊടുക്കുക, കെട്ടിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കത് ടൈറ്റായിട്ട് അവിടെ ഇരുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ഫെദർ കിട്ടിയത്. അപ്പോൾ നമുക്കിതിൽ ഒരു ക്രിസ്മസ് ട്രീ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്രിസ്മസ് ട്രീ എടുത്തിട്ടുണ്ട്. ഇതേപോലൊരു ക്രിസ്മസ് ട്രീ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വരച്ചെടുത്തതാണ്. അതിൻ്റെ ലൈൻസ് ഉണ്ടല്ലോ, ചരിഞ്ഞ് വരുന്ന ലൈൻസ്, ഈ സെൻട്രൽ ലൈനല്ല, ഈ ചരിഞ്ഞ് വരുന്ന ലൈൻസിലാണ് ഞാൻ ഫെദർ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് ബോർഡറിലൊന്നും ഞാനൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ഈ സൈഡ് ബോർഡറിലൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ ആ തടി ഭാഗത്ത് ബ്രൗൺ കളറിലും ഫെദർ ചെയ്ത് കൊടുക്കും. ബാക്കി ഫുള്ളായിട്ട് സൈഡ് ഈ വരച്ചിരിക്കുന്ന ഭാഗത്താണ് ഈ ഫെദർ സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇലകൾക്കെല്ലാം ഗ്രീനും ആ തടിക്ക് ബ്രൗണാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ എങ്ങനെയുണ്ട് ക്രിസ്മസ് ട്രീ? ക്രിസ്മസ് ട്രീ ചെയ്യാൻ പറ്റിയ സ്റ്റിച്ച് അത് ഫെദറാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു ലൈറ്റ് ഗ്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഭംഗി കൂടാനായിട്ട്. ഡാർക്ക് ഗ്രീനിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ലൈറ്റ് ഗ്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, ഇടയ്ക്ക് ഗ്രീനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തണ്ടിന് ഞാൻ ബ്രൗണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.